അസ്സലാമു ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി മുതൽ ഒരു 7:30 ആ ഒരു ടൈം മുതലാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കേട്ടോ. കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല, റിഹാൻക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വന്നത് ഫസ്റ്റ് പറയണത് വിശക്കുന്നു എന്നാണ്. ഈ ബിസ്ക്കറ്റ് കഴിഞ്ഞു കേട്ടോ. ഇന്നത്തെ വ്ളോഗിലും കൂടെ ഉണ്ടാവുള്ളൂ. 2-3 പാക്കറ്റും കൂടി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിലിങ്ങനെ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞില്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ. ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം ഓരോ പീസ് എടുത്തിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ബോക്സ് എനിക്ക് എന്തിനെങ്കിലും യൂസ് ചെയ്യണം, കാരണം അത്രയും അടിപൊളി ബോക്സ്. നമ്മുടെ ഉമ്മമാരൊക്കെ പണ്ട് ഈ സാധനങ്ങൾ ഇട്ട് വെച്ച ബോക്സുകളൊക്കെ എടുത്ത് വയ്ക്കില്ലേ. എനിക്ക് ആ പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് ഇല്ല, പക്ഷേ ഈ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനത് എടുക്കണം വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഹോർലിക്സാണ് ഉണ്ടാക്കുന്നത്. റിഹാന് ട്യൂഷൻ കഴിഞ്ഞ് വന്നേക്കുവാണ് കേട്ടോ. അതാണ് യൂണിഫോമിൽ. ഇത് 2 ദിവസം മുന്നത്തെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ സ്കൂളുണ്ടായിരുന്നില്ല, ഒരു ദിവസം അവർ സ്കൂളിൽ പോയില്ല, ബസ് സമരം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മൊത്തത്തിൽ ബന്ധുവായിരുന്നല്ലോ, അന്ന് സ്കൂളിൽ പോയില്ല. ഇനിയിപ്പോൾ ഈ വ്ളോഗ് ഔട്ടാവണ ദിവസം അവർ സ്കൂളിൽ പോകുന്നില്ല. നമ്മുടെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. ഓക്കെ, ഞാനിതാ ഹോർലിക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇന്ന് നമ്മളൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ലൈവിൽ. പിന്നെന്താ, ഷവർമ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഐ ലവ് യു ചീച്ചി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര താങ്ക്സ് ഉണ്ട്. പിന്നെ സൂപ്പർ വ്ളോഗ്, അടിപൊളി ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഞാനും ഇപ്പോൾ വീഡിയോ കണ്ടു തുടങ്ങി എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും താങ്ക്സ്. ചപ്പാത്തി റെസിപ്പി ഇടാമോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ അതിൽ ചപ്പാത്തി റെസിപ്പി ആയിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നാമത് ഞാൻ ആശീർവാദിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യാറ്. ആട്ടയുടെ ആശീർവാദില്ലേ അതിലോട്ട് ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴയ്ക്കണത്. കുഴയ്ക്കേണ്ട കൺസിസ്റ്റൻസിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയില്ലേ. പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണ തടവിയിട്ട് അവിടെ എടുത്ത് വയ്ക്കും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ചുട്ടെടുക്കും. ചില സമയത്ത് ഞാൻ നന്നായി കുഴച്ചിട്ട് അപ്പം തന്നെ അങ്ങ് ചുടും. കാരണം ഞാൻ കുറേ വർഷമായി ഉണ്ടാക്കുന്നു ചപ്പാത്തി. അതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് കുഴയ്ക്കാനും അപ്പം തന്നെ ചുട്ടാലും എനിക്ക് സോഫ്റ്റ് ചപ്പാത്തി തന്നെ കിട്ടും. അപ്പം എന്തായാലും ഇന്ന് ചപ്പാത്തി ചോദിച്ചതല്ലേ, ഇതിൽ ഞാൻ ചപ്പാത്തി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കണേ. പച്ചവെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കാറ്, ചുടുവെള്ളത്തിലൊന്നുമല്ല. കുറേ ആൾക്കാർ ചുടുവെള്ളത്തിലൊക്കെ കഷ്ടപ്പെട്ട് കുഴച്ചാലും നല്ല ചപ്പാത്തി ഒന്നും കിട്ടാറില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി നന്നായി കുഴച്ചിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാൻ പോവാണ്. ഇതെന്തത്, ചപ്പാത്തി മാവ് കുഴച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതാ എണ്ണയൊക്കെ ഫുള്ള് തടവി വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കത്തിച്ചവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എഗ്ഗ് ഇതുപോലെ പൊട്ടിച്ചൊഴിക്കുകയാണ്. എൻ്റെ സ്റ്റീമറിൻ്റെ ഇതിന് അധികം കുഴിയില്ലാത്തതുകൊണ്ട് എഗ്ഗ് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരി എഗ്ഗ് വൈറ്റായിട്ടും വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടുള്ള വലിയുള്ളിയും ചെറിയുള്ളി, ഇഞ്ചി അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. തക്കാളിയും ഇത്രയും എടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയിലോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഇഞ്ചി അതിൻ്റെ പകുതി മതി കേട്ടോ. പിന്നീട് ഞാനത് കട്ട് ചെയ്ത് പകുതിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 10-15 ക്യാഷും കൂടെ ഒന്ന് ചേർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ എഗ്ഗ് വെന്തോന്ന് നോക്കണ്ടേ നമുക്ക്. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് ഓപ്പൺ ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഇതുകൊണ്ടൊന്ന് കുത്തി നോക്കിയപ്പം എഗ്ഗ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ എടുത്താൽ മതി കേട്ടോ, നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി കംപ്ലീറ്റ് അത് അങ്ങനെ എടുത്ത് ആക്കണം. അപ്പോൾ ഞാൻ അവിടെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി ഇതെല്ലാം ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലോട്ട് ആക്കണം കേട്ടോ. എണ്ണ മാക്സിമം അതൊന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അരച്ച് കൊണ്ടുവരാൻ. ഈ സെയിം ഓയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കുക്കിങ്ങൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി, അതുപോലെ ഗരം മസാല, ചിക്കൻ മസാല വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തോ. നന്നായിട്ടങ്ങ് മിക്സാക്കി പേസ്റ്റാക്കി വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച പേസ്റ്റില്ലേ, അത് നന്നായിട്ട് അരയണം കേട്ടോ.
ഞാൻ കുറച്ച് ചൂടോടെ അരച്ച കാരണം എനിക്കൊരു പേടി വീണ്ടും അരക്കാൻ പൊട്ടിത്തെറിച്ച് പോയാലോ എന്ന്. അപ്പോൾ നല്ല പേസ്റ്റ് ആക്കണം. എന്നിട്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതാ എഗ്ഗും കൂടെ അതിലോട്ട് ചേർത്തി കൊടുത്തിട്ട് ഇച്ചിരി മല്ലിയിലേക്ക് ഒന്ന് ചേർത്തി കൊടുക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴറ്റി അരച്ചുണ്ടാക്കുന്നത് തന്നെയാണ്. ഉള്ളിയും തക്കാളിയൊന്നും കഴിക്കാത്ത കുട്ടികളുടെ വയറ്റിലൊക്കെ അതെത്തും. അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി ഒന്ന് കഴുകി തുടച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ചപ്പാത്തി പലക. പിന്നെ ഓരോന്നെടുക്കുക, ഇതുപോലെ പരത്തുക. അപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് നന്നായിട്ട് പരത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം ഡെയിലി കഴുകി വെക്കാറുണ്ട്. അത് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു മഴ സമയത്ത് പൂപ്പൽ വരുന്ന പോലെ തോന്നുക കേട്ടോ നമ്മുടെ ഈ വുഡിൽ. അതുകൊണ്ട് ഡെയിലി ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കഴുകി വെക്കാറുണ്ട്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കഴുകാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തൽ കഴിഞ്ഞു. ഞാൻ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി കറിയുമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെർവ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാം കൊണ്ടുവയ്ക്കണം. ഞാൻ എന്തായാലും കഴിക്കാനുള്ള പ്ലാനൊന്നും ഇല്ല കേട്ടോ. ജിമ്മെല്ലാം നിർത്തിയപ്പോൾ എനിക്ക് തന്നെ ഞാൻ തടിച്ച് വരുന്നുണ്ടോ എന്നുള്ള ഒരു ടെൻഷനുണ്ട്. അതേപോലെ വെയിറ്റ് കൂടിയിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. നല്ലോണം ഡയറ്റിങ് അല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഒരു വായിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ. വേണ്ട അങ്ങനെ അവർക്കെല്ലാം കഴിക്കാൻ കൊടുത്ത ശേഷം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. കുക്കിംഗ് എല്ലാം കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കാറുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഗ്യാസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നത്. പിന്നെ വേഗം പണി ഒരുങ്ങിയാൽ എനിക്കും ഉറക്കം വരും. ആഹാ, അടിപൊളി. എനിക്കുള്ള അതേ സ്വഭാവം തന്നെയല്ലേ എനിക്കുണ്ട് കേട്ടോ അങ്ങനെ ഒരു പ്രശ്നം. എൻ്റെ പണികൾ ഒരുങ്ങുന്ന ഒരു സമയം, ഞാൻ റെസ്റ്റ് എടുക്കുന്ന ഒരു സമയം, ആ സമയത്തൊന്നും എനിക്ക് പ്രശ്നമല്ല. പിന്നെ എന്താണ്, ഈ വ്ളോഗിൽ കാണുന്ന പോലെ തന്നെയാണോ എന്നും ഇത്താക്കൊരു ഹെൽപ്പറിനെ നിർത്തിക്കൂടെ? എത്ര ഇഷ്ടത്തോടെ ചെയ്താലും വീട്ടുജോലി ഒരു ജോലി തന്നെയാണ്. 100% യോജിക്കുന്നുണ്ട്. വീട്ടുജോലി ഒരു ജോലി തന്നെയാണ്. അതിനൊരു ജോലിയായിട്ട് കാണാത്തത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു ജോലിക്ക്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ചുറ്റുമുള്ളവരൊരു വാല്യൂ തരികയാണെങ്കിൽ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നാറേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കറി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടുണ്ട്, കൊള്ളാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പലപ്പോഴും നമുക്ക് അപ്രിഷ്യേറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ചോദിച്ചു മേടിക്കുന്ന ഒരാളാണ്, എങ്ങനെയുണ്ട് ഇക്ക, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് കുട്ടികളെ എന്നൊക്കെ ചോദിക്കുക. അത് നമ്മുടെ ഒരു അവകാശമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും മഹത്വമുള്ള ജോലി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക വീട്ടുജോലി തന്നെയാണ്. കാരണം അത് ഒരു വലിയ ടാസ്ക്കാണ്. ഒരു ദിവസം നമ്മൾ എണീച്ച മുതൽ ആ ദിവസം ആ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളും നോക്കി ആ വീട് മാനേജ് ചെയ്ത് എല്ലാം കൊണ്ടുപോകണം. അതിൻ്റെ ഇടയിൽ ആ കൊണ്ടുപോകുന്ന വ്യക്തിക്ക് വേറെ എന്തെങ്കിലും ജോബ് ഉണ്ടെങ്കിൽ അതും അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യണമെങ്കിൽ ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. എത്ര പറഞ്ഞാലും മതി വരാത്തൊരു ടാസ്ക്കാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പം എനിക്ക് ഹെൽപ്പറിനെ ഇപ്പോൾ വേണമെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് നിർത്താത്തത്. പിന്നെ നമ്മൾ ഡീപ്പ് ക്ലീനിങ് സമയത്തോ വീട്ടിൽ വേറെ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥിരം ആൾക്കാർ വരാറുണ്ട്. അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ. ഡെയിലി എനിക്കൊരു ഹെൽപ്പറിനെ വേണമെന്ന് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ്. ഇനി തോന്നുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക നിർത്തുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇക്കന്നെ ഇപ്പോൾ പറയാറുണ്ട്, നീ നോക്കിക്കോ, അന്വേഷിച്ചോ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ നിർത്തിക്കോ എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ ഞാനായിട്ട് ഇപ്പോൾ ചെയ്യാത്തതാണ് കേട്ടോ. ഇക്കാൻ്റെ ജോബ് പറഞ്ഞില്ല, ജോഗറിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ് കേട്ടോ. ഇക്ക ഓൾ ഇന്ത്യ മാനേജ് ചെയ്യണം, കേരളം ഒഴികെ ബാക്കി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ മാനേജ് ചെയ്യണം. ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിരിക്കുകയാണ്, ബിസിനസ് ട്രിപ്പ് പോയിരിക്കുകയാണ്.
പിന്നെ വലൈക്കും അസ്സലാം. ബിസ്ക്കറ്റ് അടിപൊളി, നൂഡിൽസ് വെരി ഈസി, വെള്ളപ്പം ഉണ്ടാക്കിക്കൂടെ, ടോർട്ടില്ല നാട്ടിൽ കിട്ടുമോ, ഗൾഫിൽ ഒക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ടോർട്ടിലൊക്കെ ഗൾഫിൽ കിട്ടുന്ന എല്ലാം ഇപ്പം നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. ഗൾഫിലത്തെ മിഠായികളും എല്ലാം നാട്ടിൽ കിട്ടുന്നുണ്ട്, അവൈലബിൾ ആണ്. അതുകൊണ്ട് നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഇത് ആവശ്യമില്ല. പിന്നെ വെള്ളപ്പം ഉണ്ടാക്കിക്കൂടെ, വെള്ളപ്പം ഉണ്ടാക്കണം. ഞാൻ വെള്ളപ്പച്ചട്ടി വാങ്ങിച്ചിട്ട് അതിൽ വേറെ പലതും ഉണ്ടാക്കണത്. പിന്നെ ഈ പുറമെ എനിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ജിനിയുടെ പേര് ജിനി എന്ന് തന്നെയാണോ അല്ലേ ഷോർട്ടാക്കി വിളിക്കുന്നതാ? ശരിക്കും ഷോർട്ടാക്കി വിളിക്കുന്ന ജിനി എന്നല്ല, ജിൻഷ എന്നാണ് എൻ്റെ പേര്. ജിൻഷ ഷമീം ആണ് ഇപ്പം. ജിൻഷ പി എന്നായിരുന്നു പഠിക്കുന്ന സമയത്ത് ഇനീഷ്യലി കേട്ടോ. ഈയിടയ്ക്ക് കുട്ടികളുടെ ട്യൂഷൻ ചേർത്താൻ പോയപ്പോൾ എൻ്റെ അടുത്ത് പേര് ചോദിച്ചു, അവിടെ എന്തോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജിൻഷ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇനീഷ്യലി ഇല്ലേ ചോദിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ സ്കൂൾ ലൈഫാണ് കേട്ടോ ഓർമ്മ വന്നത്. സ്കൂളിൽ നിന്ന് വിട്ട പിന്നെ ഞാൻ ഇനീഷ്യൽ ചേർത്തിട്ടൊന്നും എൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് പറഞ്ഞപ്പോൾ അയ്യോ എത്രയോ വർഷം ബാക്കിലോട്ട് പോയ പോലെ തോന്നി എനിക്കെന്തായാലും. അപ്പോൾ ജിൻഷ പി എന്നാണ് എൻ്റെ പേര്. പിക്ക് ഒരു ഫുൾ ഫോമും ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങളുടെ നാട്ടിലെ ഫാമിലി ഫ്രണ്ട് ജിൻഷ പി, എൻ്റെ കയ്യിൽ എപ്പോഴും പ്രൊജക്റ്റ് ഉണ്ടാവും, നമ്മൾ ഫയലിലൊക്കെ ആക്കി വെക്കുന്ന. എനിക്ക് ഈ പ്രൊജക്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പല കളേഴ്സ് പല ലെറ്റേഴ്സ് ഇങ്ങനെ നല്ല ഭംഗിയിലൊക്കെ എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിനൊക്കെ എത്ര സമയം വേണമെങ്കിലും കളയുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഫയലുണ്ടാവും. ആ ഫയല് പിടിച്ചുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ കസിന് ഇതുപോലെ ജിൻഷ പി എന്നുള്ളതിൻ്റെ പി പ്രൊജക്റ്റ് എന്നാണ് കേട്ടോ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പേര് എനിക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അഡിക്റ്റഡ് ടു യുവർ വ്ളോഗ്, താങ്ക് യു സോ മച്ച്. എന്നും കാണാറുണ്ട്. എൻ്റെ പേര് പറയാമോ? ഹിബ എന്നാണോ പേര്? ഇതിൽ ഹിബ എന്നാണ് കേട്ടോ കണ്ടത്. എന്തായാലും ജസ്റ്റ് ഒരു ചായ, ഒരു ബിസ്ക്കറ്റ്. ഞാൻ തേങ്ങ ചെറിയതാ ഇങ്ങനെ ചിരണ്ടി എടുക്കും. തേങ്ങയ്ക്കൊക്കെ ഇപ്പം എന്താ വില അല്ലേ. ചട്നി അരയ്ക്കാനുള്ള പുറപ്പാടിലാണ് കേട്ടോ. ഒരുപാടായി ചട്നി അരച്ചിട്ട്. തല ചൊറിഞ്ഞ തലമുടി കാണുന്നുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ചായയും ബിസ്ക്കറ്റും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബിസ്ക്കറ്റ് ഏറെക്കുറെ തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ചായ പിന്നെ എപ്പോഴും ഉണ്ടാവും. വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ചായയൊക്കെ കിട്ടും. പിന്നെ ആ പാലൊക്കെ നമുക്ക് ഡെയിലി ചിലവാകുന്ന പാൽ തന്നെയാണ് കേട്ടോ. അങ്ങനെയും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത്രയും പാൽ ഒരു ദിവസം യൂസ് ചെയ്യുമെന്ന്. അത്രയും പാൽ യൂസ് ചെയ്യും. അതിന്ന് കുറച്ച് കിട്ടുന്ന പാല് നമ്മൾ മാറ്റി വെച്ചിട്ട് അതിലാണ് നമ്മൾ ഇതുണ്ടാക്കാറ്, തൈര് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ചട്നിക്ക് കടുക് വറുക്കുന്നതിൻ്റെ ഇതാണ് ആ സംഭവം. ഓക്കെ, അപ്പോൾ ഞാൻ ചട്നിക്കൊക്കെ ഇന്ന് കടുക് വറുത്തെടുത്തു. ഇന്ന് മൊത്തം ഞാൻ വ്ളോഗിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുക. ഒത്തിരി കമൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അരി ഉഴുന്നിൻ്റെ അളവ് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ 4 നാഴി അരി എടുക്കുകയാണെങ്കിൽ 1 നാഴി നല്ല ഉഴുന്നെടുക്കുക. ഇനിയിപ്പോൾ കുറച്ച് പൊങ്ങൽ കമ്മിയാണെങ്കിൽ ഒരു 1.25 നാഴിയെങ്കിലും നമുക്ക് ഉഴുന്ന് വേണം. അതിലോട്ട് ഒരു ഇച്ചിരി ഉലുവി ഇട്ടിട്ട് നമ്മൾ പൊങ്ങാൻ വേണ്ടി വെക്കണം. എനിക്ക് നല്ല അപ്പം ഞങ്ങൾ രാവിലെ കഴിക്കണതിൻ്റെ തിരക്കിലാണ്. ഒരാളെ വിളിച്ചിട്ട് വരുന്നു, ഒരാൾക്ക് ജലദോഷം, ഇങ്ങനെ പല കംപ്ലൈൻറ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയുടെ പാത്രം കഴുകി വെച്ചുകൊണ്ട് പൊടി ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. പൊടി ഞാൻ പൊടിച്ചിട്ട് കുറേ കാലമായി. എപ്പോഴെങ്കിലുമൊക്കെ പൊടിക്കാൻ മൂട് വരട്ടെ അപ്പോൾ കാണിക്കാം. പണ്ടൊക്കെ എപ്പോഴും പൊടിച്ചുകൊണ്ടിരുന്നിരുന്നു. പിന്നെ ഞാനിതാ ഉമ്മ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെക്കണത്. നമ്മൾ അരി ആട്ടാൻ ഇടുമ്പോൾ തന്നെ ഫസ്റ്റ് നിങ്ങൾ ഉഴുന്നാണ് അല്ലേ ആട്ടാറുള്ളത്? ഞാൻ അരിയാണ് കേട്ടോ ആട്ടാറുള്ളത്. അപ്പോൾ രാവിലെ എണീച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ നേരത്തേക്ക് വേണമെങ്കിൽ ഒന്ന് വെച്ചാൽ മതി. ഒന്ന് തണുപ്പിച്ചിട്ട് ആട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ.
പിന്നെ ബിസ്ക്കറ്റ് ബോക്സ് സൂപ്പർ. ഓക്കെ. സ്കൂളിൽ പോകുന്നുണ്ട് നാജ. ഓക്കെ, അവൾ 4-ൽ ആണ്, 9 വയസ്സ്. 1-ാം ക്ലാസ് 6 വയസ്സ്. ഓക്കെ ഓക്കെ, ആ കുട്ടികളാണോ എൻ്റെ വ്ളോഗിന് ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറഞ്ഞേ? ചെറിയ ചെറിയ പിള്ളേരാണല്ലോ. എന്തായാലും അവർ വ്ളോഗ് കാണുമ്പം അവരോട് പറയുക, നന്നായിട്ട് പഠിക്കാൻ പറയുക കേട്ടോ. ജിനി പച്ചവെള്ളത്തിലാണോ ചപ്പാത്തി കുഴയ്ക്കാറ്? അതെ, പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴയ്ക്കാറുള്ളത്. ഞാൻ ചുടുവെള്ളം യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. രാവിലെ ഇഡലി കഴിക്കുമ്പം ഒരു പ്രത്യേക സുഖം തന്നെയാണ്. നല്ല ആവി പറക്കുന്ന ഇഡലിയും മുളക് ചട്നിയും അതിൻ്റെ കൂടെ നമ്മൾ പൊടിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലോട്ട് പോയത്. കഴിച്ച് ഇത്രയും മധുരം മതി കേട്ടോ നമുക്ക്. പിന്നെ ജിനിയുടെ വീഡിയോ എന്നും എനിക്ക് കിട്ടാറില്ലായിരുന്നു. അയ്യോ, എന്തു പറ്റി? മോൻ്റെ കൈയൊക്കെ സുഖമായോ? അയ്യോ, അതൊക്കെ എത്രയോ മുന്നേ ആണല്ലോ. അപ്പോൾ കുറേ കാലമായോ നമ്മൾ വീഡിയോ കണ്ടിട്ട്? സുഖമായിരിക്കുന്നോ? ഉപ്പ ഉമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും കാണണേ. ഞാനിപ്പോൾ അവർക്ക് ഇപ്പം തന്നെ ഒരു റിപ്ലൈ കൊടുക്കുകയാണ്, നാളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായയൊക്കെ ഞാനിതാ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ സെറ്റായി. പിന്നെന്താണ്, ഇനിയിപ്പോൾ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ട്. രാവിലെ മുതൽ പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല. കുറേ കഴുകി വെച്ച് എന്നാലും ഉണ്ട് കേട്ടോ ഇനിയും. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇപ്പോൾ നമ്മൾ വിമ്മിൻ്റെ ജെല്ലെടുക്കുമ്പോൾ കുറച്ച് പാത്രമാകുമ്പോൾ ഒത്തിരി വിം ജെല്ല് വേസ്റ്റ് ആവണ പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചധികം പാത്രങ്ങളായിട്ട് ഒന്നിച്ച് കഴുകുമ്പോൾ വിമ്മിൻ്റെ ജെല്ല് അധികം വേസ്റ്റ് ആവണില്ല. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഞാൻ ഒരു പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിലത്തെ വെള്ളം അങ്ങോട്ട് കളയും. അതാണ് മെയിൻ പ്രോബ്ലം. കാരണം പിന്നെ എടുക്കുമ്പോൾ അതിനൊരു ബാഡ് സ്മെല്ലല്ലേ, അതാണ് കേട്ടോ മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് കഴുകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലത്തേക്ക് ഒന്നിച്ചങ്ങ് കഴുകിയെടുക്കാറാണ്. മറ്റേതൊക്കെ ഒരു ഗ്ലാസ് ആയാൽ ആ ഗ്ലാസ് വേഗം കഴുകിയെടുക്കും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാത്രം കഴുകിയിട്ട് എല്ലാം ഒന്ന് കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇനി രാവിലെ എപ്പോൾ എണീക്കും, രാത്രി എപ്പോൾ കിടക്കും? രാവിലെ ഞാൻ പറഞ്ഞല്ലോ, ജിമ്മ് ഉണ്ടായിരുന്ന സമയത്ത് 4:45 ആ ടൈമിൽ നമ്മൾ എന്തായാലും എണീച്ചിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് സമയം ശരിയാവുകയില്ല, തികയില്ല കേട്ടോ. രാത്രി പിന്നെ എന്തായാലും 9:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ റൂമിൽ പോയിരിക്കും. പോയിട്ട് പിന്നെ കുറച്ച് നമ്മൾ ഫോണെല്ലാം നോക്കി അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ എന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്. ഒരാൾ +2-ലും ഒരാൾ 8-ലും കേട്ടോ പഠിക്കുന്നത്. അതേപോലെ മല്ലു അല്ലാത്ത ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം എടുത്തു ടൈപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. എന്തായാലും താങ്ക് യു സോ മച്ച്. മെഡിസിനൊക്കെ അഡ്വാൻസ് ആയതുകൊണ്ട് എല്ലാം നേരത്തെ അറിയാൻ കഴിയും എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായിരുന്നു ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ മറന്നിട്ടുണ്ട്. എൻ്റെ വലിയൊരു പ്രശ്നമാണത് കേട്ടോ. വ്ളോഗ് ആദ്യം ഇരുന്ന് കാണണം. പിന്നെ ഉച്ചയ്ക്ക് നല്ല പരിപ്പിച്ചാറുണ്ടാക്കി. പരിപ്പിച്ചാറ് വെച്ചിട്ട് കുറച്ച് കാലമായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പിച്ചാറ് ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇത് നമ്മൾ കുമ്പളങ്ങ വെജിറ്റബിൾ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ്. മേടിക്കുമ്പോൾ നല്ല ഫ്രഷായിരുന്നു. 2-3 ദിവസം ഫ്രിഡ്ജിലിരുന്നപ്പോൾ ഒന്ന് ചെറിയ വാട്ടം തട്ടിയിട്ടുണ്ട്. പക്ഷെ നല്ല കല്ല് കുമ്പളങ്ങയാണ്. അപ്പോൾ അതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ അങ്ങ് ചെത്തി കളഞ്ഞ് തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ഞാൻ അതിനെ കട്ട് ചെയ്തെടുത്തു. ആദ്യം പകുതി മാത്രം എടുക്കാൻ വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ എവിടെയും തികയാത്ത പോലെ, വേറെ കഷ്ണങ്ങളൊന്നും ഇല്ലല്ലോ. അത് കാരണം ഞാൻ എന്ത് വിചാരിച്ചു, അത് കംപ്ലീറ്റ് എടുത്ത് പിന്നെ ഇതിലോട്ട് തക്കാളി, വലിയുള്ളി, വെളുത്തുള്ളി ഇങ്ങനത്തെയൊക്കെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ ഉണ്ടായിരുന്നു, മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പച്ചമാങ്ങ ഇട്ട പരിപ്പിച്ചാറ് എനിക്കും പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്കാണ് അധികം ഇഷ്ടമില്ലാത്ത. കുട്ടികൾക്കും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് പുളി ഓവറുള്ള ഒന്നും ഇഷ്ടമല്ല. മീൻകറി അല്ലാണ്ട് പുളിയുള്ളത് അവർക്കൊന്നും പൊതുവേ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ തക്കാളി, അതുപോലെ പച്ചമുളകും മാങ്ങ ഒരുപാട് പുളിയൊന്നുമില്ല. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 ദിവസത്തിനുള്ള ചാറാണ് വയ്ക്കുന്നത് കേട്ടോ. 1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ സമയം നോക്കി അങ്ങ് കറണ്ട് പോയിട്ടോ. ശരിക്കും വട്ടായിപ്പോയി. എന്നാലും ഞാൻ വിചാരിച്ചു ശരി തേങ്ങ ചിരവി വെക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ തേങ്ങ ഒന്ന് ചിരവി അവിടെ വെക്കുന്നുണ്ട്. എന്തായാലും ഉപ്പേരിക്കൊക്കെ തേങ്ങ വേണം. തേങ്ങ ചിരവി വെച്ച് കഴിഞ്ഞാൽ കറണ്ട് വന്നതും നമുക്ക് വേഗം ഇതാക്കാമല്ലോ. ഇപ്പോൾ കാണുന്ന വെളിച്ചമൊക്കെ UPS എന്നാണ് കേട്ടോ. ഇൻവെർട്ടർ ഉണ്ട്, എന്നാലും അത് ഒത്തിരി സമയമൊന്നും നിൽക്കില്ല. ഞാനാണെങ്കിൽ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം 2 ലീവ് എടുത്തിട്ടേ
ബസ് സമരം ഉണ്ടായിരുന്നില്ലേ, ഞാൻ ഓട്ടോയിൽ കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞ റിഹാനിക്ക് പിന്നെ പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് ഓക്കെ, അയാൻകുട്ടി ആ കെയർ ഓഫിൽ അവനും പോയില്ല. അങ്ങനെ ഞാനിതാ ഉപ്പേരിക്ക് വേണ്ടിയിട്ടുള്ളത് കുഞ്ഞാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് കറണ്ട് വന്നു കേട്ടോ. അപ്പം മാങ്ങ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ മാങ്ങയും തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ചോറിൻ്റെ കൂടി കഴിക്കാൻ. അപ്പോൾ വേവിച്ച പരിപ്പ് ചേർത്ത് കൊടുത്തു, തേങ്ങയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഇച്ചിരി കൂടിയും കഴിയുമ്പോൾ നല്ലോണം കുറുകി വരും കേട്ടോ കറി. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് താളിപ്പ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയിലോട്ട് കടുകും ജീരകം അതുപോലെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും മല്ലിയില ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് തൂമിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തിളച്ച ചാറിലോട്ട് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല മണമാണ് കേട്ടോ ഇങ്ങനെ താളിക്കുമ്പോൾ. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് ചാറ്. പക്ഷേ ഇതിൽ ഒരുപാട് വെജിറ്റബിൾ വേണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വേണം, മുരിങ്ങക്കായ വേണം, വഴുതനങ്ങ വേണം. ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ നമ്മൾ ഉപ്പേരി തോരനാണ് വയ്ക്കുന്നത്. കടുകും നമ്മുടെ വെജിറ്റബിളിൻ്റെ ഏകദേശം സംഭവങ്ങളിലൊക്കെ ചെറിയ ജീരകം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നല്ലതാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മൺചട്ടി ആയതുകൊണ്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പുറത്ത് എഗ്ഗ് പുഴുങ്ങാനും വെച്ചിട്ടുണ്ട്, ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഇങ്ങനെ വന്നിട്ടുണ്ട്. എഗ്ഗ് അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഇച്ചിരി തേങ്ങയും കൂടി തട്ടിക്കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡി. ഇങ്ങനത്തെ തോരൻ ഇഷ്ടമാണോ അതോ ഉപ്പേരിയാണോ ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ. പിന്നെ ഞാൻ ചോറ് വെച്ചിരുന്നില്ല, വേഗം പോയി ചോറ് വെക്കാനുള്ള പുറപ്പാടാണ്. ഇങ്ങനെ ആകുമ്പോഴേ വലിയ വീഡിയോ ആണ് അല്ലേ. ഞാൻ ഇന്നലെ ഇടാത്തതുകൊണ്ടാണ് ഇന്ന് കുറച്ച് ലോങ് വീഡിയോ തന്നെ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിങ് ചെയ്തത് കേട്ടോ ഞാൻ. പിന്നെ ഷവർമ സൂപ്പർ ഓക്കെ. പിന്നെ നമ്മുടെ പൊട്ടറ്റോൻ്റെ അതിലൊരു 40 വർഷത്തെ എൻ്റെ കറിയാണ്. പക്ഷേ ഇത് വെള്ളത്തിലിടണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനെന്തോ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹായ് ജിനി, മീൻ കറിയിൽ ജീരകം ചേർക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ജീരകം ഇവിടെ ചേർക്കും, അത് ഞാനങ്ങനെ ആയിട്ട് വന്നു, ശീലിച്ച് വന്നു. ഇനി എനിക്കറിയില്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചേർത്തുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ചേച്ചി ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്യാമോ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതിനെന്താണ് പിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട് പിൻ ചെയ്യാമോ ചോദിച്ചിട്ട്. പിന്നെ നമുക്ക് കുറച്ചധികം പാത്രങ്ങൾ കഴുകാനുണ്ട്. കറിയൊക്കെ അവിടെ മാറ്റി വെച്ച് ചോറ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം പോയി തുടച്ചെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറെക്കുറെ ഇന്നത്തെ പരിപാടികളൊക്കെ അവിടെ അങ്ങോട്ട് കഴിയും കേട്ടോ. അതിന് ശേഷം ഞാൻ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ചോറൊക്കെ നമ്മൾ കുക്കറിലൊന്ന് ആക്കി വെച്ചിട്ടേ ഉള്ളൂ, 2 വിസിലടുപ്പിച്ചിട്ട്. ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. കറിയൊക്കെ ജസ്റ്റ് ചിലപ്പോൾ ചൂടാക്കേണ്ടി വരും, കാരണം ഇപ്പോൾ തണുപ്പായതുകൊണ്ട് വേഗം ചൂടാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോറ് കഴിക്കേണ്ട സമയത്ത് മാത്രം അതിനെ സെറ്റാക്കി എടുക്കണത് കേട്ടോ. പണ്ടൊക്കെ ഉമ്മമാരിങ്ങനെ ചോറ് ഊറ്റിക്കഴിഞ്ഞാലും അടുപ്പിൽ വെക്കുമല്ലോ. അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം മേ ബി അടുപ്പിൽ തന്നെ വെക്കുന്നത്. ഇപ്പോൾ പിന്നെ അടുപ്പൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ഇല്ല എന്നല്ല. ഇതാ എഗ്ഗൊക്കെ പുഴുങ്ങിയതിനൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം. ഇനിയിപ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് മസാലയൊക്കെ ഇട്ട് നമ്മുടെ അവിടുത്തെ സ്ഥിരം എഗ്ഗ് പൊരിച്ചത് കേട്ടോ, മീനൊക്കെ പൊരിക്കില്ലേ അതേപോലെ എഗ്ഗ് പൊരിച്ചതാണ് ഉണ്ടാക്കുന്നത്. ഇതിനൊരു വരയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ കറിയിലൊക്കെ ഇട്ട് കൊടുക്കണ പോലത്തെ വരയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതാ ഞാൻ വേഗം വരയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡ്രസ്സ് എവിടെ നിന്നാണ് ചോദിക്കുന്നുണ്ട്. അതെനിക്കൊരു കൊളാബിൽ കിട്ടിയ ഡ്രസ്സാണ്, ആ ഗ്രീൻ ഡ്രസ്സ് കേട്ടോ. നല്ല കംഫർട്ടാണ്. ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി തടിയൊക്കെ തോന്നും, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ എഗ്ഗിലോട്ട് മുളക് പൊടി, ചിക്കൻ മസാല ഇല്ലാത്ത പരിപാടിയില്ല. ഇച്ചിരി ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ ഞാൻ നമ്മുടെ റെഡ് ചില്ലി സോസും അതുപോലെ സോയാ സോസും ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സോയയിൽ കുറച്ച് ഉപ്പ് ഉണ്ടാകും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് അതിൽ കുറച്ച് ലൂസാവണം തോന്നി. ഞാനപ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതൊന്നും തിളപ്പിച്ച് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് റെഡി. ഇച്ചിരി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മഞ്ഞളും മുളകും ഉപ്പും മാത്രം ഉണ്ടെങ്കിലും മതി കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട് ഞാൻ. കറി ഇതാ
ഇളക്കിയിട്ട് അതിനെയും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കൂട്ടിയിട്ട് വേണം ഇന്ന് എനിക്ക് ചോറുണ്ണാൻ കേട്ടോ. കുറച്ച് കാലമായി നമ്മൾ പരിപ്പ് ചാറുണ്ടാക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ അവിടങ്ങളിലൊക്കെ ഈ മോരുകറി, കുമ്പളങ്ങ കറി, അതുപോലെ മുരിങ്ങ താളിച്ചതൊക്കെ ദേശീയ കറിയായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലേ, അതേപോലെയാണ് നമ്മളിവിടെ പരിപ്പ് ചാറ് കേട്ടോ. ഡെയിലി ഉണ്ടാക്കുന്നൊരു കറിയായിരുന്നു ഇതേ തന്നെ ഡെയിലി. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ചേഞ്ച് വരുത്തുമ്പോൾ അത് സാമ്പാറും മീൻകറിയും ആക്കും. ഇത് പക്ഷേ നമ്മളവിടുത്തെ മോരുകറിയെ പോലെയാണ് നമ്മളിവിടെ പരിപ്പ് ചാറ് ഉണ്ടാക്കാറ് കേട്ടോ. ഇനിയിപ്പോൾ ടേബിളിൽ എല്ലാം കൊണ്ടുപോയി നിരത്തി വെച്ച് കഴിക്കുക, ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കടിച്ചു വലിക്കാനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഹാപ്പി ആയിട്ട് കഴിക്കുക. 3 നേരം കഴിക്കാൻ കിട്ടുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ അതിലിങ്ങനെ, നിങ്ങളും കണ്ടിട്ടുണ്ടാവും മേ ബി, സ്കൂളിലിങ്ങനെ കുട്ടികളോട് ചോദിക്കും ലഞ്ചിന് എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ കുട്ടികളും ഓരോ കറികൾ പറയും കേട്ടോ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കൂട്ടാൻ എന്താ ചോദിക്കും ഒരു കുട്ടീനോട്. അപ്പോൾ ആ കുട്ടി പറയും ചോറിന് ഏറ്റവും ബെസ്റ്റ് കൂട്ടാൻ വിശപ്പാണെന്ന് പറയും കേട്ടോ. അത് കേട്ടപ്പോൾ ശരിക്കും ഒരുപാട് നമ്മൾ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. നമ്മളൊക്കെ എത്ര കൂട്ടാൻ ഉണ്ടാക്കിയാലും ഇത് ഇത്രയേ ഉള്ളോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മക്കളുടെ വായിന്ന് വരാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരോട് പറയും ചെയ്യാറുണ്ട്, നമുക്കൊക്കെ ഫുഡ് ഓവറാണ് ശരിക്കും പറഞ്ഞാൽ, കിട്ടാത്തവർ എത്ര പേരുണ്ട് എന്ന് അറിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ആ സമയത്തൊക്കെ അവരത് മനസ്സിലാക്കാറുണ്ട്. പിന്നെയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും അതുതന്നെയായിരിക്കും. നമ്മൾ ഇറച്ചി, മീൻ, ഇതാണ് അവരുടെ കോൺസെപ്റ്റിൽ കൂട്ടാൻ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും കൂട്ടാനല്ല. എല്ലാ കുട്ടികളും, ഞാൻ കണ്ട ഏകദേശം കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ്. എന്താണെന്നാവോ ഇവരൊക്കെ ഇങ്ങനെ. ശരി ആവും അല്ലേ കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ നമ്മൾ ലൈഫൊക്കെ കുറച്ച് സ്മൂത്താക്കി കൊടുത്തു. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ പലരും പറയാറുണ്ട്, നമ്മൾ നാളേക്ക് വളർത്തുന്ന കുട്ടികൾ നമ്മൾ ഇന്നലെ എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ് ഇതാക്കാൻ പാടില്ല. നമ്മൾ നാളേക്ക് വളർത്തുന്ന കുട്ടികളെ ഇന്നലത്തെ കാര്യങ്ങൾ ഒരിക്കലും പറഞ്ഞ് ഇതാക്കരുത്. നാളെ എന്താണോ സംഭവിക്കുന്നത് അത് തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയാണ് ഞാൻ കുറേ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ ഇന്നേക്കുള്ള കുട്ടികളെ ഇന്നലത്തെ കാര്യങ്ങൾ പറഞ്ഞ് നാളേക്ക് വളർത്തരുത് എന്നോ അങ്ങനെ എന്തോ ആണ് സംഭവം കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ. കുട്ടികൾ നല്ല മനുഷ്യന്മാരായിട്ട് വളരട്ടെ, ഡോക്ടറും ടീച്ചറും ഒക്കെ ആവണതിൻ്റെ മുമ്പേ നല്ലൊരു മനുഷ്യന്മാരാവട്ടെ, അത്ര തന്നെ. എല്ലാം കേൾക്കാനും സഹിക്കാനും ഒക്കെ ഉള്ള ഒരു ശക്തി കൊടുക്കട്ടെ. അങ്ങനെ വീണ്ടും ചായ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഒരു ദിവസം 3 ചായയാണ് വീട്ടിലുണ്ടാക്കാറ്. രാവിലെ എണീച്ചതും നമുക്കൊരു ചായ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ചായ, പിന്നെ 4 മണിക്കൊരു ചായ. ഏറെക്കുറെ വീടുകളിലൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു 7 ചായ വരെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെങ്ങനെയൊക്കെയാന്ന് പറഞ്ഞാൽ രാവിലെ എണീച്ചത് ഒരു ചായ, പിന്നെ ഒരു 2ാം ചായ, ആ ചായ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഒരു ചായ, പിന്നെ 4 മണിക്കൊരു ചായ, അപ്പം എത്രയായി 4ആയി. പിന്നെ 7 മണിക്കോ 7:30 ചായ, പിന്നെ എൻ്റെ ഇതിൽ 5ആയി. ഇനിയും 2 ചായ. അതെവിടെയാണ് ഉൾപ്പെടുത്തിയിരുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫുഡേ കഴിക്കൂല അതൊക്കെ കഴിച്ച പിന്നെ. അപ്പോൾ ഈ സ്വീറ്റിനെ കുറിച്ച് ഒന്നും കൂടെ പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ അതെന്താ പേര് എന്നൊക്കെ ചോദിച്ച് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്വീറ്റിനെ കുറിച്ച് ഇതിൽ ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്തത്. ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് അന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നിരുന്നത്. ഇത് ഒരു ബ്രെഡ് വലിയൊരു ഇതെന്നാണ് അത്ര മേടിച്ചത്, മോഡേണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടറി പോലത്തെ ഒരു സംഭവത്തിൽ നിന്ന്. ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ചത് ഈ സ്വീറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വീഡിയോയിൽ കാണിച്ചത് ഈ ഒരു സ്വീറ്റായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഉണ്ട സ്വീറ്റ് അപ്പുറത്ത് കണ്ടാവും. പിന്നെ ഇതൊരു ബർഫി പോലത്തെ ഒരു സംഭവം, ഇതും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോയിൽ കാണിച്ചത് കേട്ടോ. ഇത് പാലിങ്ങനെ കട്ടിയാക്കി കൊണ്ടുവരില്ലേ, ആ ഒരു സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എന്തായാലും സംഭവം എല്ലാം ഉഷാറായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് വലിയ വീഡിയോ ആണ്. ഫുള്ള് കണ്ടവരെന്തായാലും ഒരു റെഡും ഗ്രീനും ഹാർട്ടെങ്കിലും ഇട്ട് തരിക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
FB ചാനൽ, യൂട്യൂബ്, അതുപോലെ ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്നലെ വീഡിയോ ഇടാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നൊരു ലോങ് ആയിട്ടൊരു വീഡിയോ ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഇത്ര വലിയ വീഡിയോസൊന്നും ഞാൻ ഇട്ട് വെറുപ്പിക്കൂല. എന്തായാലും 15 to 20 മിനിറ്റ്, അതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.